തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അത്ഭുതകരമായ പല രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും നമ്മൾ കണ്ടതാണ്. ചേരാത്ത പലരും ചേരും, ചേരേണ്ടവർ പിരിഞ്ഞു, അങ്ങനെ പലതും. ഇപ്പോഴിതാ മഹാരാഷ്ട്രയിൽ ഒരു വൻ രാഷ്ട്രീയ നാടകം. അംബർനാഥ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി.ജെ.പിയും കോൺഗ്രസുമാണ് ധാരണയിലെത്തിയത്. അതാകട്ടെ ബി.ജെ.പിയുടെ തന്നെ സഖ്യകക്ഷിയായ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കിയ 12 കൗൺസിലർമാരെ കോൺഗ്രസ് പുറത്താക്കി. ബി.ജെ.പി പ്രാദേശിക ഘടകത്തിന്റെ നടപടിയെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബസന്ത്, ഒരു അസാധാരണ കൂട്ടുകെട്ട്, എങ്ങനെയാണ് ആ പ്രാദേശിക നേതൃത്വം പോലും ഇതിനെ ന്യായീകരിച്ചിട്ടുണ്ടാവുക എന്നറിയില്ല. ഇരു പാർട്ടികളും പൂർണ്ണമായും ഈ പ്രാദേശിക നേതൃത്വങ്ങളുടെ തീരുമാനത്തെ തള്ളുകയാണോ? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ദിവിഷ, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഈ അംബർനാഥിലെ ഈ കൂട്ടുകെട്ട് എത്തിച്ചത്. അതിനെ തുടർന്ന് ഇന്ന് ധൃതി പിടിച്ചാണ് ഉച്ചയ്ക്ക് ശേഷം ഇവരെ 12 പേരെയും പുറത്താക്കാൻ തീരുമാനിച്ചത്. അംബർനാഥ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒറ്റയ്ക്കാണ് കോൺഗ്രസ് മത്സരിച്ചത്. മറുഭാഗത്ത് ബി.ജെ.പിയും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സഖ്യത്തിനെതിരെ മത്സരിച്ച് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം അംബർനാഥിൽ കോൺഗ്രസിനുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 12 കൗൺസിലർമാരുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഷിൻഡെ വിഭാഗത്തിൻ്റെ ശിവസേനയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ബി.ജെ.പിയുമായി കൈകോർക്കുക എന്നുള്ള ഒരു അസാധാരണമായ ഒരു തീരുമാനം പ്രാദേശിക ഘടകം എടുക്കുകയും ചെയ്തത്. അതായത് ബി.ജെ.പിക്കും അതിനോട് താല്പര്യമുണ്ടായിരുന്നു, ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയെ മാറ്റി നിർത്തുക എന്നുള്ളത്. ആ ഒരു 2 താല്പര്യങ്ങൾ യോജിച്ചതോടെയാണ് ഇരുവരും കൈകോർക്കാൻ തീരുമാനിച്ചത്. വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ബി.ജെ.പിയുടെ തന്നെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് ഈ സഖ്യത്തെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നതോടെയാണ് ഇന്ന് മഹാരാഷ്ട്രയുടെ സംഘടനാ സെക്രട്ടറി ഈ 12 മുനിസിപ്പൽ കോർപ്പറേറ്റർമാരെയും പുറത്താക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏതായാലും ആ ഒരു അവസ്ഥ മറികടക്കാൻ ഇപ്പോൾ ഇത് മാത്രമേ കോൺഗ്രസിൻ്റെ മുന്നിൽ ഒരു മാർഗമുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. ശരി, എന്തായാലും 24 മണിക്കൂറും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു നടക്കുന്ന ബി.ജെ.പിയുടെ ഈ രാഷ്ട്രീയ തന്ത്രം, അത് കോൺഗ്രസിൻ്റെ ആയാലും എങ്ങനെയാണ് അങ്ങനെ ഒരു ചർച്ച സാധ്യമായതെന്നാണ്. അത് സംസ്ഥാനത്താകെ ഒരു ചൂടേറിയ വിഷയമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട പോളിംഗ് ഈ മാസം 15-ന് നടക്കാനിരിക്കെ ഇരു സഖ്യങ്ങളിലും ഇത് വലിയ തലവേദന ഉണ്ടാക്കും.